നിങ്ങളുടെ ഓരോ വോട്ടും ഉടമടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്റെ പൊന്നു ഏട്ടന്മാരെ മറക്കരുത്. പീതാംബരനാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ ചിഹ്നം ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഈ പഞ്ചായത്തിലല്ല വോട്ട്. ഞങ്ങളിവിടെ പണിക്ക് വന്നതാ. പണിക്ക് വന്നാണല്ലേ? പണിയുന്നൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് ഇറന്നില്ല ഇടിച്ച് രണ്ടിന്റെ ഷേപ്പ് മാറ്റിക്കളയും. പീതാംബരൻ ജയിച്ചാൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രം പണി. സുഹൃത്തുക്കളെ, തെങ്ങടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥി AK കുര്യനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അയ്യോ, ഇവിടെ കയറണോ? കേറിയാൽ എന്താ? ഇവിടെ ആർക്കെങ്കിലും പകർച്ചവ്യാധി? വ്യാധിയും വ്യാഖ്യം ഒന്നും ഉണ്ടായിട്ടല്ല. പാമ്പ് കടിച്ച് മരിച്ച കണ്ണന്റെ വീടാ. അയാളുടെ മോളെ നാടൊട്ടുക്ക് പിരിച്ച് കെട്ടിച്ചത് പീതാംബരനാ. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി ചോദിച്ചിട്ട് പോകുന്ന മര്യാദ. എന്നാ കയറാം. ഇവിടെ ആരും ഇല്ലേ? ചേച്ചി, അമ്മച്ചി, പീതാംബരന്റെ വോട്ട് ചോദിച്ച് ഇറങ്ങിയ കൂട്ടത്തിൽ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമ്മുടെ ചിഹ്നം കൊതവാണ്. പീതാംബരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ, അത് പിന്നെ പറയണോ? പീതാംബരനെ ആർക്കാ അറിയാത്തത്? അവൻ നല്ലവനാ, ഉപകാരിയാ. തന്തയില്ലാത്ത എന്റെ മോളെ ഇറക്കി വിട്ടത് അവന്റെ മിടുക്കൊണ്ടാ. പക്ഷെ ഒന്നും തോന്നരുത്, വോട്ട് ഞങ്ങൾ പാർട്ടിക്കേ ചെയ്യൂ. അമ്മച്ചിയാണ് പെണ്ണ്. ഒരു മിനിറ്റ് ഇരുന്നാട്ടെ. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മച്ചി ഇനി കെട്ടിച്ചേക്കാൻ പെമ്മക്കൾ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുകൂടി ഉണ്ട് മോനെ. അതിന് ആരുടെയും കൂടെ അയച്ചുകളയല്ലേ? അതെന്താ? പാർട്ടി വരും കെട്ടാൻ. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട, നന്ദിയില്ലാത്ത. എന്താടാ വിളിക്കുന്നു. ആര്? വന്നു നോക്ക. അമ്മയാളെ പറഞ്ഞയച്ചിട്ടും ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാ. ഞാൻ ബാങ്കിൽ പോയി. ഒരു 2 മാസത്തേക്ക് അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല. ഞാൻ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുക. ദേവൻ കുറച്ച് രൂപ PF എടുത്തരും. പിന്നെ ലോണിന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 2 ജാമ്യക്കാർ വേണം. ഒന്ന് ദേവൻ നിൽക്കും, പിന്നെ ഒരാളെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അയാൾ ചാടി പോകാതിരുന്നാ മതി. ഏത് സമയത്താണോ നിന്റെ കയ്യിൽ നിന്ന് ആധാരം എടുത്ത് വെക്കാൻ തോന്നിയത്? നീ ഒരു കാര്യം ചെയ്യണം. 2 മാസത്തിനുള്ളിൽ പൈസ അടയ്ക്കാമെന്ന് മാനേജർക്കൊന്ന് എഴുതണം. അല്ല, ഒരു ഉറപ്പായിക്കോട്ടെ. പോസ്റ്റലായിട്ട് അയച്ചാൽ മതി. ഇന്ന് തന്നെ അയക്കണം. ഇലക്ഷൻ ഞാൻ 1-2 ദിവസം ഇറങ്ങാം. പല കാര്യമായിട്ട് ഓടി നടക്കുന്നോണ്ടാ. നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. എത്രയും പെട്ടെന്ന് ഇതിന് പോമഴ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ. ചേട്ടനും അവന്റെ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാന്നോ? കൂട്ടു നിൽക്കുന്നതല്ല, അവൻ വന്നൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാതിരിക്കുക? പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവനൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ? അവനൊരു കര പറ്റുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ആച്ചല്ലേ? നീ അത് അവനങ്ങ് കൊടുത്തേരെ. 8000 രൂപയുണ്ട്. പിള്ളേരുടെ കാതിലെയും കഴുത്തിലെയും പൊട്ടും പെടിയും പെറുക്കി പണയം വെച്ചതാ. ഏതായാലും അവൻ വരുമ്പോ നീ പറഞ്ഞാൽ ഞാൻ വന്നേച്ചു പോയെന്ന്. വാ വാ. ഞാനേ വൈകിട്ടത്തേക്കുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കായിരുന്നു. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി. മനസ്സിലായില്ല? അവറാച്ചനും മോനും കൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകൾക്ക് കാശ് കൊടുക്കുക. വോട്ടുകൾ ഒരുപാട് മറിയും. ചുമ്മാ കിടന്നുറങ്ങിയവനെ വിളിച്ചുണർത്തി തെങ്ങേ കയറ്റി എന്ന് പറഞ്ഞ പോലായി പീതാംബരന്റെ കാര്യം. പീതാംബരൻ എങ്ങാനും തോറ്റാൽ നമ്മളാവും ഉത്തരവാദികൾ. സമ്മതിദാനാവകാശം വിലയ്ക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാ. അല്ലെങ്കിൽ ഇരിക്കുന്നു മേടിക്കാൻ. ഒരു പൈസ പോലും സംഭാവന കിട്ടാതെ രസീത് ബുക്ക് പോലും നമ്മളെ നോക്കി നാണിച്ച് പല്ലിളിക്കുക. ആളുകളുടെ മനസ്സ് മാറ്റണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാലോ? അങ്ങനെ എങ്ങനെ? വഴിയുണ്ട്. പണ്ട് കർത്താവിന് ഒറ്റുകൊടുക്കാൻ നേരത്ത് യൂദാസും ഒരു പെഗ് അടിച്ചിരുന്നു. പീതാംബരനെ പോലെ ഒരു നല്ല മനുഷ്യനായിട്ട് പണിയണമെങ്കിൽ എവന്റെ പിൻബലമില്ലാതെ പറ്റത്തില്ല. ഉമ്മിണി ആ ചെമ്മിണി കൂടെ അടിക്കും. പ്രവർത്തിക്കാനുള്ളതായി ഇനി കുടിച്ച ഞാൻ വാള് പണി. എന്നാ വേണ്ട. പണ്ടാണെങ്കിൽ ലാവിഷായിട്ട് ഛർദിക്കായിരുന്നു. ഇപ്പൊ ചാരായത്തിനും തീ പിടിച്ച വിലയാ. ജോക്കി, ഇനി മോന്തിക്കൊണ്ടിരുന്ന അവരങ്ങ് പോവും. പറഞ്ഞ വഴി കൂടെ തന്നെ അധ്യക്ഷൻ വരുമോ? ആ പീതാംബരനോട് കൂറുള്ളവൻ അച്യുതൻ നായർ. അയാളൊരു വാക്ക് പറഞ്ഞ വാക്ക വൃത്തികെട്ടവൻ. അത് ശരിയാ. നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവനാ. കണ്ണു കാണാമല്ലോ. വരുന്നുണ്ട്, വേഗം. ആ മുഖം മൂടിയിടാ. പൊക്കോ. കിട്ടിയ അവസരം പാഴാക്കരുത്. അച്യുത നായർക്ക് ഒരെണ്ണം കൊടുത്തേരെ. അയാളല്ലേ സൂത്രധാരകൻ. നന്നായിട്ട് പെരുമാറു കുഞ്ഞുങ്ങളെ. പോ. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ. പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാ.
നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതുവല്ലോ നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അധപ്പതിച്ചിരിക്കുകയല്ലേ. അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ, ചൊന്നേരാ, 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 എന്നെ തല്ലല്ലേ, അയ്യോ. അയ്യോ തലല്ലേ, അയ്യോ എന്റെ അമ്മേ, എന്നെ കൊല്ലുന്നേ. അയ്യോ വോട്ട് കിട്ടും, പുഷ്പം പോലെ ജയിക്കും. ഇത് തികച്ചും നിന്ദ്യമാണ്, നീചമാണ്, നിരുത്തരവാദപരമാണ്. ഇതാണോ ജനാധിപത്യം? പീതാംബരന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കണ്ടപ്പോൾ അയാളെ വകവരുത്തി വിജയിക്കാനുള്ള ഹീനശ്രമം അപലപനീയമാണ്. നമ്മുടെ ജനാധിപത്യ ധ്വംസനമാണ്. അത് നാം മുളയിലെ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു. പീതാംബരനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഇന്നാട്ടുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മൾ ആത്മനിയന്ത്രണം കൈവിടരുത്. അക്രമം നമ്മുടെ മാർഗമല്ല. നമുക്ക് ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. പീതാംബരന് എതിരാളികളുടെ മർദ്ദനമേറ്റ ആശുപത്രിയിലായത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു. പക്ഷെ ആശുപത്രി വിട്ടുവരുന്നത് പഞ്ചായത്ത് മെമ്പറായിട്ടായിരിക്കും. അടിച്ചവരെ ആരെങ്കിലും നീ കണ്ടോ? മുഖം മൂടിയിട്ട് ഇരുട്ടത്ത് തല്ലിയാൽ എങ്ങനെ കാണാനാ? ചാരായത്തിന്റെ ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു. അത് പിന്നെ ചാരായം കുടിക്കാൻ എങ്ങനെയാ തല്ലുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് തല്ലുകൊള്ളുന്നത്. അങ്ങനെ ഒരു അനുഭവം. അമ്മ അപ്പോഴേ പറഞ്ഞതാ ഇലക്ഷന് നിൽക്കണ്ടെന്ന്. ഇലക്ഷന് നിന്നാ തല്ലുകൊള്ളുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അടി കൊണ്ടാലെന്താ? നേതാവിന്റെ വില കൂടിയില്ലേ? അറിയപ്പെടുന്ന നേതാവാകണമെങ്കിൽ 2 അടി കൊള്ളണം. വളരെ ശരിയാ. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങള് വലിയ നേതാവാക്കാൻ ഇപ്പോ ഈ അവസ്ഥയിലായി. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു. അപ്പോഴാ അറിഞ്ഞത്. ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ജോലി. ഇന്ദു. ഓ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പിന്നെ അവിടെ എല്ലാരും പരിചയമുണ്ടല്ലോ. കുവൈറ്റിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ടോ നോക്കാൻ ഇവൻ അവിടെ ദിവസവും വരും. കൈക്ക് ഫ്രാക്ചർ ഉണ്ടല്ലേ? ചെറുതായിട്ട്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഏലിക്കുട്ടിയുടെ ഭർത്താവ് 5-ാം വാർഡിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വാ. ഞാൻ വരുന്നില്ല, എനിക്ക് പ്രതിഷേധ ജാഥയുണ്ട്. പാടാ. ഓ എന്ന് പീതാംബരം ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആശുപത്രി വിട്ടാ മതി. വോട്ട് പിടിക്കുന്നവരെ ഞങ്ങൾ ഏറ്റു. പോട്ടെ. അച്ഛൻ കൂടി വരാന്ന് നിർബന്ധം പിടിച്ചതാ. സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ആസ്പത്രിയിൽ നിന്ന് വീട്ടിലെത്തുമ്പോ വന്ന് കാണും. എന്തിന്? അങ്ങനെ വന്നു കാണാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല. ശരീരത്തിന് ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. ഇതൊരു തൊഴിലാക്കാൻ തീരുമാനിച്ചോ? എന്ത് അടികൊള്ളുന്നതോ? അയ്യോ അതല്ല, സാമൂഹ്യ സേവനം. എന്നോട് എന്താ പറഞ്ഞത്? ബിസിനസ് ആണെന്നല്ലേ? ഒക്കെ ഞാൻ അറിഞ്ഞു. എന്റെ ഫ്രണ്ട്സ് ടൗണിലൊരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയാൽ അവിടെ ഉടനെ ഒരു ജോലി കിട്ടും. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡന്റായി, MLA ആയി, മന്ത്രിയായി. ഇനി അങ്ങോട്ട് പൊക്കല്ലേ, ഉയരത്തുനിന്ന് വീഴാൻ വയ്യ. ഞാൻ പോട്ടെ. എന്ന് തുടങ്ങി? എന്ത്? അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാ. ഒന്ന് വേർത്ത അങ്ങാടി പാട്ടാവുന്ന നാടാ. എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയോട് പറയാം ചേട്ടത്തിയമ്മയെ കണ്ടെന്ന്. കൺഗ്രാചുലേഷൻസ്. കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. ഏതായാലും സിന്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. വാ. കൺഗ്രാചുലേഷൻസ്. കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. ഏതായാലും സിന്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി. ഞാൻ അമ്മയോട് പറയാം ചേട്ടത്തിയമ്മയെ കണ്ടെന്ന്.